എടാ ബ്രസീൽ പുറത്തായി. പക്ഷേ ബ്രസീൽ പുറത്തായതിനേക്കാളൊക്കെ എനിക്ക് ഒരുപാട് വിഷമം നെയ്മർ എന്ന ഒരു പ്ലെയറിനെ ആ മഞ്ഞ ജേഴ്സിയിൽ ഇനി കാണില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. ശരിക്കും നെയ്മറിനെ പോലെയുള്ളൊരു പ്ലെയറിൻ്റെ കരിയർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവസാനിക്കേണ്ടത്. എടാ മൂപ്പര ബ്രസീൽ ടീമിന് വേണ്ടി എടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, ഹാർഡ് വർക്ക്, ഇതൊക്കെ കൊണ്ട് മൂപ്പർ ഹി ഡിസേർവ് സംതിങ് ബെറ്റർ. ശരിക്ക് ബ്രസീൽ ഫാൻസ് അല്ലെങ്കിൽ നെയ്മർ ഫാൻസിന് ഈ വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും മൂപ്പരെ കുറേ സമയം ആ ഒരു ജേഴ്സിയിൽ ആ ഒരു ഗ്രൗണ്ട് കണ്ടാൽ മതിയായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതായത് കപ്പടിച്ചിട്ടില്ലെങ്കിലും ആ ഒരു ബോൾ കൊണ്ട് മൂപ്പർ കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ, ആ കളി കണ്ടിട്ട് തന്നെയാണ് നമ്മൾ നെയ്മർ ഫാനായത്. അത് ഗ്രൗണ്ടിൽ കുറച്ച് സമയം കൂടി കണ്ടാൽ മതിയായിരുന്നു. പക്ഷേ ഈ വേൾഡ് കപ്പിൽ ആകെ മൂപ്പർ കളിച്ചത് 30-35 മിനിറ്റാണ്. ഈ ബ്രസീൽ നെയ്മർ ഫാൻസ് ഈ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ്സ് ഒക്കെ അടിക്കുമ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ഉള്ള 10-15 വർഷമായിട്ട്, അവിടെ നെയ്മർ ഉണ്ടാവുമോ, നെയ്മറിൻ്റെ ഇഞ്ചുറി മാറിയോ, നെയ്മർ അടുത്ത കളിയിൽ ഉണ്ടാവുമോ? ഒരു നെയ്മർ ഫാനാണെങ്കിൽ ഈ ഒരു ചോദ്യം എന്തായാലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു ചോദ്യം എന്തായാലും ഇനി ഉണ്ടാവില്ലല്ലോ. അത്രയേ ഉള്ളൂ. ബാക്കി നെയ്മറിനെ പറ്റി കുറേ പറയണമെന്നുണ്ട്. പക്ഷേങ്കിൽ അതങ്ങനെ ഒറ്റ വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല.